ഹലോ, ഇത് ഞാനൊരു മോളെ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് മിൽക്ക് ഷേക്ക്സ് ഉണ്ടായിരുന്നു. ബദാം ഷേക്ക്, പിന്നെ എന്താണ് ഗ്രീൻ ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, വാട്ടർമെലൺ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതാണ് ഈ വെജിറ്റബിൾസ് ഉണ്ടോ, ടൊമാറ്റോസും ഗ്രീൻ ചില്ലീസും ഇങ്ങനെ നല്ല ഭംഗിയിൽ എത്രയോ രൂപ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി അത്തപ്പൂക്കളം സെറ്റാക്കാൻ വേണ്ടി വെച്ചേക്കണ പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഗ്രീൻ കളറും റെഡ് കളറും ഒക്കെ ആയിട്ട് എത്ര ടൈപ്പ് വെറൈറ്റി ചില്ലീസും അങ്ങനെ ഒരുപാട് സാധനം. ക്യാബേജ് 2 ടൈപ്പ് കണ്ടോ, എന്ത് രസമാണല്ലേ റെഡും ഗ്രീനൊക്കെ ആയിട്ട്. എനിക്ക് നേരെ കണ്ടപ്പോൾ കണ്ണിന് നല്ലൊരു കുളിർമയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. കഴിക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ കാണാനൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് കുറേ ഇങ്ങനെ ചീര, സ്പിനാച്ച്, നമ്മുടെ കറിവേപ്പില, അങ്ങനത്തെ കുറേ എണ്ണത്തിൻ്റെ കളക്ഷൻ ആയിരുന്നു അവിടെ. പിന്നെ ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് പയറുകളുണ്ട്. ബ്രിഞ്ചാൾസിന് എത്ര ടൈപ്പാണ് നോക്ക്, ഭയങ്കര ഡാർക്ക് കളർ, ലൈറ്റ് കളർ, അതുപോലെ എന്താ നമ്മുടെ പാവയ്ക്ക, അതൊക്കെ ഇങ്ങനെ 2 ടൈപ്പിൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് കാണാൻ പറ്റുന്നൊരു സംഭവം ഈ മോളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഒരുപാട് കോക്കനട്ട്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ അതവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുറേ ഇഞ്ചി, മഞ്ഞളില്ല, ഇല്ല തോന്നുന്നു, ഇഞ്ചി, പിന്നെ കൊള്ളി, മധുരക്കിഴങ്ങ്, ഉരുളൻകിഴങ്ങ്, സബോള, പച്ചമുളക്, അതായത് ഒരു വീട്ടിലൊക്കെ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് മോളിൽ പോയാൽ കിട്ടുമല്ലോ. പക്ഷേ എനിക്ക് ആ വെജിറ്റബിൾസ് ഇങ്ങനെ എന്താ പറയുക, ടൊമാറ്റോയും ചില്ലീസൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഒതുക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതാ അവിടെ നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും അങ്ങനെ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പായ ഉണ്ടോ, അവിടേക്ക് എന്ത് റേറ്റ് അറിയോ. അതിൻ്റെ അപ്പുറത്ത് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടോ, സൈഡിൽ കൂടെ ഒരു സംഭവം കൊണ്ട് ഇത്രയും വലിയ മോളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത്ര ഇത്. പിന്നെ ഇതാ നമ്മൾ ദുബായിലൊക്കെ എത്തിയ പോലെ ഉണ്ട്. ഇവിടെ വെറൈറ്റി ടൈപ്സ് ഓഫ് കുറേ ഡേറ്റ്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വെറൈറ്റി പിന്നെ നമുക്ക് ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് കാണാൻ പറ്റും. ഇതിലിപ്പോൾ എനിക്കറിയുന്നത് ഫാഷൻ ഫ്രൂട്ട്, ഓറഞ്ച്, അങ്ങനെ 1-2 സാധനങ്ങൾ വെച്ച് വേറെ. പിന്നെ ഞാൻ ഇന്നിവിടെ പോയപ്പോൾ ഒരു വെറൈറ്റി എന്താ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു മുന്തിരി കണ്ടു. അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ. പിന്നെ അതല്ലാതെയും ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആ പച്ചക്കറി അങ്ങനെ കിടക്കണത് കണ്ടപ്പോഴാണ് അതെടുത്ത് നിങ്ങളെയും കൂടെ എല്ലാവരും ഒന്ന് കാണിച്ചു തരണം തോന്നിയത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്കതങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു ഇഷ്ടം തോന്നി. പിന്നെ അതുപോലെ അവിടെ ചില്ലും കുപ്പിയിലായിട്ട് നിങ്ങൾ എന്നെ വാങ്ങിക്കോ പറഞ്ഞിട്ട് കുറേ എന്താ സംഭവങ്ങൾ ഉപ്പിലിട്ടതൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുറേ സോസൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ ഈ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങണില്ല വെച്ചിട്ട് ചുമ്മാ കയറിപ്പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടായിരിക്കും തിരിച്ചു വരിക. ഇവിടെ നമുക്ക് ഒരുപാട് ക്യാഷ് നട്ട്സ് ഉണ്ട്. അതിൽ തന്നെ പല വെറൈറ്റീസ്, റോ ആയിട്ടുള്ളതുണ്ട്, മിളക് മാത്രം ഇട്ടതുണ്ട്, ഉപ്പിട്ടിട്ടുള്ളതുണ്ട്, പിന്നെ ആൽമണ്ട്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇത് കണ്ടോ, ഈ തവിയിൽ തന്നെ ഗോൾഡൻ കളറ്, സിൽവർ കളറ്, പിന്നെ വുഡിൻ്റെ ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ. സൂപ്പർ അല്ലേ.